എന്താണ് ഈ അന്യഭാഷ? അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തികൾ 2:4 നമ്മൾ വായിക്കുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇത് ബുദ്ധിപരമായിട്ട് നമ്മൾ ഒരു ഭാഷയിൽ സംസാരിക്കുകയല്ല. ഞാൻ ബുദ്ധി കൊണ്ട് മലയാളം പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഹിന്ദി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷ പഠിച്ചിട്ട് എൻ്റെ ബുദ്ധിയും എൻ്റെ യുക്തിയും ഉപയോഗിച്ച് ഞാനൊരു ഭാഷയിൽ സംസാരിക്കുന്നത് പോലെ അല്ലിത്. ഇത് ഞാൻ ബുദ്ധിയിൽ പഠിക്കാത്ത ഒരു ഭാഷ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നത് കൊണ്ട് ഞാൻ അതിൽ സംസാരിക്കുന്നു. നമ്മൾ അങ്ങനെ ഒരു ഭാഷ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പഠിക്കാത്തൊരു ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നു. അതെങ്ങനെ സംസാരിക്കാൻ പറ്റും? ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്നത് പോലെ. അതാണ് അന്യഭാഷകളിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ. പരിശുദ്ധാത്മാവ് ഒരു പ്രാപ്തി നൽകുന്നു, വാക്കുകൾ ഉച്ചരിപ്പാനായിട്ട് നമുക്ക് പകർന്നു നൽകുന്നു. അത് നമ്മൾ നമ്മുടെ അധരങ്ങൾ കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെ എന്തെന്ന് പറയാം? അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് പറയാം. പിന്നീട് 1 കൊരിന്ത്യർ 14:4 ആ വാക്യങ്ങളിലേക്കൊക്കെ 14 നമ്മൾ ഇനി പോകുന്നുണ്ട്. എങ്കിലും ഇവിടെ ഈ അന്യഭാഷ എന്താണെന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യർ 14:4 പറഞ്ഞിരിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കുതാൻ ആത്മീക വർധനവ് വരുത്തുന്നു. അപ്പോൾ ഈ അന്യഭാഷയിൽ സംസാരിക്കുവാൻ ദൈവം നമ്മളെ പ്രേരിപ്പിക്കുന്നതിൻ്റെ കാരണം ഈ മനസ്സിലാകാത്ത, ബുദ്ധിപരമായി ഞാൻ പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ ഞാൻ ആത്മാവ് പ്രേരണ നൽകുന്നത് പോലെ, ഉച്ചരിപ്പാൻ പ്രാപ്തി നൽകുന്നത് പോലെ സംസാരിക്കുമ്പോൾ എനിക്കെന്ത് സംഭവിക്കുന്നു? എൻ്റെ ആത്മീക വർധനവ് സംഭവിക്കുന്നു. എൻ്റെ ആത്മാവ് ക്രിസ്തുവിൽ വളരുന്നു. അതാണ് ആത്മീക വർധനവെന്ന് പറഞ്ഞാൽ. ആത്മീക വർധനവെന്ന് പറഞ്ഞാൽ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം ഇട്ട് ആ കെട്ടിടം പണിയുന്നതിനെ കുറിച്ചാണ്. ആത്മാവിൽ പണിയപ്പെടുകയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ബുദ്ധിയിൽ എനിക്കത് മനസ്സിലാകുന്നില്ലേലും ആത്മാവുമായിട്ട് ചേർന്ന് ഞാൻ ഈ അന്യഭാഷ വരത്തിൽ നീങ്ങുമ്പോൾ എൻ്റെ ആത്മാവ് പണിയപ്പെടുകയാണ്. അപ്പോൾ എന്താണ് അന്യഭാഷകളിൽ സംസാരിക്കുന്നത്? ബുദ്ധിപരമായി പഠിക്കാത്തൊരു ഭാഷ ആത്മാവ് ഉച്ചരിക്കുവാൻ സഹായിക്കുമ്പോൾ അതിനൊത്തവണ്ണം സംസാരിക്കുന്നതിനെയാണ് അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഞാൻ ആത്മാവിൽ പണിയപ്പെടുകയാണ്. അതാണ് എൻ്റെ ഒരു നിർവചനം. ഇനി നമ്മൾ അവസാനിക്കുമ്പോൾ ഉപസംഹാരത്തിൽ കുറച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഇതേ ചോദ്യം ഒന്നുകൂടെ ഉത്തരം പറയാം. അതിന് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കിയെങ്കിലേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2ാമത്തെ പുസ്തകമായ 1 കൊരിന്ത്യരിലേക്ക് കടക്കാം. ഇവിടെയാണ് അപ്പോസ്തലൻ ഉപദേശം നൽകുന്നത്. എന്തുകൊണ്ടാണ് ഉപദേശം നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ അന്യഭാഷ ആത്മസ്നാനത്തിൻ്റെ അടയാളം മാത്രമല്ല, അത് അന്യരെ ശുശ്രൂഷിക്കേണ്ട ഒരു കൃപാവരം കൂടെയാണ്. ഇവിടെയാണ് ഒരുപാട് കുഴപ്പങ്ങൾ കിടക്കുന്നത്. നമുക്ക് അന്യഭാഷ വരം നമുക്ക് ആത്മനിറവ് പ്രാപിക്കുമ്പോൾ, നമ്മൾ ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ നമുക്ക് കടന്നു വരും. അതെനിക്ക് ഗുണമുള്ളതാണ്. പക്ഷേ അത് സഭയുടെ ആരാധനയിൽ എങ്ങനെ ഉപയോഗിക്കണം? എനിക്ക് അനുഭൂതി വരാനും ഞാൻ ആത്മാവിൽ പണിയപ്പെടുവാനും മാത്രമല്ല, അതെൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് ഗുണമുള്ള രീതിയിൽ ഉപയോഗിക്കണം. അല്ലെങ്കിൽ അവരുടെ ആത്മീയ വർധനവിനെ ഒരു രീതിയിലും തടസ്സപ്പെടാത്ത രീതിയിലും അത് ഉപയോഗിക്കണം. അവിടെയാണ് ക്രമീകരണം, അപ്പോസ്തോലൻ്റെ ക്രമീകരണം കടന്നു വരുന്നത്. ഇതൊരു അനുഭവമാണ്. ആത്മനിറവിൽ നിറഞ്ഞ് നമ്മൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഇതിനെ ഒന്ന് ക്രമീകരിക്കുന്നുണ്ട്. എവിടെ? സഭയുടെ ആരാധനയിൽ. അവിടെ മാത്രമേ ഉള്ളൂ ഈ ക്രമീകരണം. ബാക്കി ഏത് സ്ഥലം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒന്നും ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് തോന്നിയ പോലെ അന്യഭാഷ സംസാരിക്കാം. പക്ഷേ സഭയുടെ ഞായറാഴ്ചത്തെ ആരാധനയിൽ അപ്പോസ്തലൻ ചില ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. 12, 13, 14 1 കൊരിന്ത്യരിൽ ഈ 3 അധ്യായങ്ങളിൽ ഈ കൃപാവരങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അന്യഭാഷയും പ്രവചനത്തെക്കുറിച്ചുമാണ് അപ്പോസ്തലൻ ഉപദേശം നൽകുന്നത്. ഈ അധ്യായങ്ങളെ ഒന്ന് രത്നച്ചുരുക്കത്തിൽ നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഈ അധ്യായങ്ങളിൽ നിന്ന് 10 പാഠങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അന്യഭാഷയുടെ ഉപദേശത്തെക്കുറിച്ച് ഒരു കൃപാവരമെന്ന രീതിയിൽ, അടയാളമെന്ന രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് അന്യഭാഷയിൽ സംസാരിക്കും. പൊതുവായിട്ട് അപ്പോസ്തലന്മാരുടെ ഇടയിൽ കാണുന്ന, അപ്പോസ്തല സഭയിൽ കാണുന്ന ചരിത്രം പറയുന്നത് പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പ്രാഥമിക അടയാളമാണിത്. അപ്പോസ്തലന്മാരുടെ അനുഭവത്തിൽ, അപ്പോസ്തോലിക സഭയുടെ അനുഭവത്തിൽ
അന്യഭാഷാ വരമാണ് ആത്മസ്നാനത്തിൻ്റെ പ്രാഥമിക അടയാളം എന്ന രീതിയിൽ അത് കണ്ടു കഴിഞ്ഞു. ഇനി അത് കൃപാവരം എന്ന രീതിയിൽ സഭയുടെ ആരാധനയിൽ അതെങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് പഠിക്കുവാൻ 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളിൽ നിന്ന് 10 പാഠങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പാഠം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്കത് കാണുവാൻ സാധിക്കും. 1 കൊരിന്ത്യർ 12:10 പറയുന്നത്, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഈ 12-ാം അധ്യായത്തിൽ ഈ വേദഭാഗത്തിലാണ് 9 കൃപാവരങ്ങൾ ഉണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓരോരോ വിശ്വാസികൾക്ക് ഓരോരോ കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ ആ കൃപാവരങ്ങൾ ഉപയോഗിച്ച് സഭയെ ശുശ്രൂഷിക്കേണ്ടവരാണ്. അങ്ങനെ കൃപാവരങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, വേറൊരുവന് പലവിധ ഭാഷകൾ. അവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ വാക്ക് പലവിധ ഭാഷകളാണ്. ഭാഷാവരം എന്നും പറഞ്ഞങ്ങ് പോവുമല്ല, പലവിധ ഭാഷകൾ. 1 കൊരിന്ത്യർ 12:28 മുതലുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. ദൈവസഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം. കണ്ടോ, വിവിധ ഭാഷാവരം. അപ്പോൾ ഈ പലവിധ ഭാഷകൾ, വിവിധ ഭാഷകൾ എന്നൊക്കെ പറയുമ്പോൾ പല ഭാഷകൾ എന്നല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മലയാളമുണ്ട്, ബംഗാളിയുണ്ട്, ഗുജറാത്തിയുണ്ട് എന്നല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പലവിധ ഭാഷകൾ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഭാഷകൾ. മാനുഷിക ഭാഷകളുണ്ട്, ദൂതന്മാരുടെ ഭാഷകളുണ്ട്, നമ്മൾ കേട്ടിട്ടില്ലാത്ത ഭാഷകളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2 നമ്മൾ കണ്ടു, അന്നത്തെ കാലത്തെ യഹൂദന്മാർ ചിതറിപ്പാർത്തിരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം വന്നവർ അവരുടെ സ്വന്തം മാനുഷിക ഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് കേട്ടു. അതിൻ്റെ അർത്ഥം അന്യഭാഷ എല്ലാം ഏതെങ്കിലും ലോകത്തുള്ള ഏതെങ്കിലും ഒരു മാനുഷിക ഭാഷയായിരിക്കണം നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. കാരണം പലവിധ ഭാഷകളുണ്ട്. ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാംഗ്വേജ് എന്നാണ്, അല്ലാതെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എന്നല്ല. പല തരത്തിലുള്ള ഭാഷകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പാഠം അതാണ്, അന്യഭാഷ പല തരത്തിലുള്ള ഭാഷകളിലുണ്ട്. അപ്പോൾ അത് ചിലർ പറയും അന്യഭാഷാ വരവെന്ന് പറഞ്ഞാൽ ഞാൻ ഗുജറാത്തിൽ പോയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഗുജറാത്തിയിൽ പ്രസംഗിക്കാൻ പറ്റി. അതാകണമെന്നില്ല. അപ്പോൾ എല്ലാവരും അന്യഭാഷയുള്ളവരെല്ലാം അവരേത് ഭാഷയാണെന്ന് കണ്ടുപിടിക്കണം, അങ്ങനെയൊന്നുമില്ല. അത് മാനുഷിക ഭാഷയായിരിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. കാരണം പല വിധത്തിലുള്ള ഭാഷകൾ, വിവിധ ഭാഷാവരം, പല തരത്തിലുള്ള ഭാഷകളാണ് ദൈവം പരിശുദ്ധാത്മാവിലൂടെ നൽകുന്നത്. 2-ാമത്തെ പാഠം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 2-ാമത്തെ പാഠം, അന്യഭാഷ മനുഷ്യനോടല്ല ദൈവത്തോടുള്ള ആശയവിനിമയമാണ്. മനുഷ്യനോടല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗുജറാത്തിയിൽ പ്രസംഗിക്കാൻ പറ്റുന്നതല്ല അന്യഭാഷ. കാരണം അത് മനുഷ്യരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ലോകത്തിലുള്ളതോ അതോ സ്വർഗത്തിലുള്ളതോ ആയ ഏതോ ഒരു ഭാഷയിൽ ദൈവത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ദൈവത്തിൽ നിന്ന് മനുഷ്യനോടുള്ള ദൂതല്ല, ഇത് മനുഷ്യനിൽ നിന്ന് ദൈവത്തോടുള്ള ഒരു ആശയവിനിമയമാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അതുകൊണ്ടെന്താ, വേറൊരു വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കാനിടയായാൽ അത് കേട്ടോണ്ട് നിൽക്കരുത്. കാരണം നമുക്കൊന്നും മനസ്സിലാകത്തില്ല, നമ്മളോടല്ല അവർ സംസാരിക്കുന്നത്, ആർക്കും ഒന്നും മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ അന്യഭാഷ വിധിക്കാനൊന്നും പോകരുത്. ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ചിലരുടെ അന്യഭാഷ ബബ്ബ 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 ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയും ഇയാൾ ചുമ്മാ ബബ്ബ ബബ്ബ എന്ന് പറയുക, അല്ലെ ഇയാൾ ഏതോ ഒരു വാക്ക് തിരിച്ചും മറിച്ചും ഒക്കെ പറയുക എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നുന്നത് കൊണ്ട് അത് ശരിയായ അന്യഭാഷ അല്ല എന്നൊന്നും വിധിക്കുവാൻ നമ്മൾ ആളല്ല. കാരണം വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ആരും തിരിച്ചറിയാത്ത ഒരു ഭാഷയാണിത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അന്യഭാഷയൊന്നും കയറി വിധിക്കുവാൻ നമ്മൾ ആളല്ല. അപ്പം എന്താ ഈ അന്യഭാഷയിൽ സംഭവിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു, ചില വെളിപ്പാടുകൾ അവൻ പ്രസ്താവിക്കുകയാണ്. എന്താ ഈ പ്രസ്താവിക്കുന്നത്? എന്താ ഈ അന്യഭാഷയുടെ ഉള്ളടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ 3-ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. അത് 1 കൊരിന്ത്യർ 14:15, 16, 17 വാക്യങ്ങളിൽ നമുക്കത് പഠിക്കാൻ പറ്റും.
അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആകയാൽ എന്താ, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയിലും പ്രാർത്ഥിക്കും. പിന്നെ ബുദ്ധി കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് പഠിച്ച എനിക്കറിയാവുന്ന മാതൃഭാഷയിലും പ്രാർത്ഥിക്കും. ഞാൻ ഇംഗ്ലീഷിലോ മലയാളത്തിലോ പ്രാർത്ഥിക്കും, പിന്നെ ഞാൻ അന്യഭാഷയിലും പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ടോ, പ്രാർത്ഥനയാണ് അന്യഭാഷയിൽ സംഭവിക്കുന്നത്. ദൈവത്തോടുള്ള ആശയവിനിമയത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒന്നാമതായിട്ട് എന്താ ഈ ഉള്ളടക്കം? ഇതൊരു പ്രാർത്ഥനയാണ്. എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഭാഷയിൽ ഞാൻ ദൈവത്തോട് പരിശുദ്ധാത്മാവ് ഉച്ചാരണം നൽകുന്നത് പോലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഉള്ളടക്കം പ്രാർത്ഥന. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അത് പാട്ടുപാടുകയാണ്. ചിലപ്പോഴൊക്കെ ആരാധന സമയത്ത് നമ്മൾ അന്യഭാഷ പറയുമ്പോൾ അത് പാട്ടുപോലെ തോന്നും, താളത്തിലൊക്കെയാണ് അന്യഭാഷ പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്താൽ. അപ്പോൾ എന്താണ് അന്യഭാഷയിൽ സംഭവിക്കുന്നത്? സ്തോത്രം പറയുകയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ പാഠം അന്യഭാഷയുടെ ഉള്ളടക്കം എന്താണെന്നറിയാവോ? ദൈവത്തോടുള്ള ആശയവിനിമയമാണെന്ന് രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചു. മൂന്നാമത്തെ പാഠം ഇതാണ്, പ്രാർത്ഥനയും പാട്ടും സ്തോത്രം പറച്ചിലുമാണ് അന്യഭാഷ. ദൈവിക മർമ്മങ്ങൾ കൊണ്ട് വെളിപ്പാട് നിമിത്തം ആത്മാവ് തരുന്ന ഭാഷയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പാട്ടുപാടുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം പറയുകയാണ്, നന്ദി പറയുകയാണ്. എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ, അതിനുവേണ്ടി ഞാൻ സ്തോത്രം പറയുക. ചിലപ്പോൾ ഇന്നലെ ഒരു ആക്സിഡൻറ്റ് എനിക്ക് സംഭവിക്കേണ്ടതായിരിക്കും, ഞാൻ അറിഞ്ഞില്ല, ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ച കാര്യം. അപ്പോൾ അതിനും ഞാൻ മർമ്മങ്ങളിലൂടെ ദൈവത്തിന് സ്തോത്രം പറയുകയായിരിക്കും. അപ്പോൾ അത് ദൈവത്തോടുള്ള ആശയവിനിമയമാണ്. മൂന്നാമത്തെ പാഠം അത് പ്രാർത്ഥനയും പാട്ടും സ്തോത്രം പറച്ചിലാണ്. നാലാമത്തെ പാഠം 14:5-6 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം വരും? അപ്പോൾ നാലാമത്തെ പാഠം അതാണ്, വ്യാഖ്യാനിക്കപ്പെടാതെ അന്യഭാഷ കൊണ്ട് മറ്റു വ്യക്തികൾക്കൊരു പ്രയോജനവും ഇല്ല. 14:4 നമ്മൾ കണ്ടു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നുണ്ടെങ്കിലും ഇത് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന അയൽവാസിക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞു നിർത്തിയത്, ഞാൻ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം വരും? അതാണ് ക്രമീകരണം. സഭായോഗത്തിൽ നമ്മൾ നമ്മുടെ സഹോദരൻ്റെ ആത്മീക വർധനവിന് പ്രയോജനമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ കൂടി വരുന്നത് മറ്റുള്ളവർക്ക് ആത്മീക വർധനം ഉണ്ടാകാനാണ്, അല്ലാതെ എനിക്ക് അനുഭൂതി ഉണ്ടാകാനല്ല. അതുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടാത്ത അന്യഭാഷകൾ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം വരുത്തുന്നില്ല എന്നുള്ള പാഠം നമ്മൾ പഠിക്കണം. അതാണ് നാലാമത്തെ പാഠം. 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. കേരളത്തിലെ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് കരിസ്മാറ്റിക് സഭക്കാരൊന്നും പാലിക്കാത്ത ഒരു വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കണം. കാരണം എങ്കിലേ എനിക്കിത് സഭയിൽ പരസ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, എൻ്റെ കൂടെ ഇരിക്കുന്ന സഹോദരങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറത്തുള്ളൂ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും പാട്ടും സ്തോത്രവുമൊക്കെ എൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ, അവർക്ക് ആത്മീക വർധന ഉളവാക്കണമെങ്കിൽ അത് വ്യാഖ്യാനിച്ചെങ്കിലേ അവർക്കത് ബുദ്ധിയിൽ മനസ്സിലാക്കി ആത്മീക വർധനമുണ്ടാകുകയുള്ളൂ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിന് മനസ്സിലായില്ലേലും എനിക്ക് ആത്മീയ വർധനം ഉണ്ടാകും. പക്ഷെ വേറൊരു വ്യക്തിക്ക് ആത്മീയ വർധനം ഉണ്ടാകണമെങ്കിൽ അത് മനസ്സിൽ ബുദ്ധിയിൽ മനസ്സിലാകുന്ന ഭാഷയിലായാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അന്യഭാഷ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ അതാർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല. അപ്പോൾ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ അതൊരു ഗുണവും ചെയ്യില്ല. 5-ാമത്തെ പാഠം, ഇങ്ങനെ വ്യാഖ്യാനിക്കാത്ത അന്യഭാഷ പരസ്യമായിട്ട് നമ്മുടെ സഭാ ആരാധനയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് പാടില്ല. വ്യാഖ്യാനിക്കാത്ത അന്യഭാഷ സഭാ ആരാധനയിൽ പരസ്യമായിട്ട് കൂവി വിളിച്ച് എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. 18-ഉം 19-ഉം വാക്യങ്ങൾ 1 കൊരിന്ത്യർ 14. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ
ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോസ്തലൻ്റെ ഹൃദയം കണ്ടോ? എനിക്ക് നിങ്ങളെക്കാളെല്ലാം അന്യഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലാതെ ഈ വരത്തെയോ ഈ അനുഭവത്തെയോ തുച്ഛീകരിക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോസ്തലൻ. അപ്പോസ്തലൻ എല്ലാവരെക്കാളും അധികം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും അന്യഭാഷയോട് ഇത്ര പ്രിയമുള്ള ഒരു വ്യക്തിയായിട്ട് പോലും സഭയിൽ കടന്നു വരുമ്പോൾ ഞാൻ 5 വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാം. 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാളും ബുദ്ധി കൊണ്ട് 5 വാക്ക്, 5 വാക്കുകൾ ഒരു വാചകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എങ്കിലേ നിങ്ങൾക്ക് ആത്മീക വർധനം ഉണ്ടാകത്തുള്ളൂ. ഈ ആത്മാവിൻ്റെ നിറവ് കയറി അനുഭൂതി കയറിയിട്ട് സ്വാർത്ഥനായ വ്യക്തിയല്ല അപ്പോസ്തലനായ പൗലോസ്. ഞാൻ സഭയെ കടന്നു വരുന്നത് എനിക്ക് അനുഭൂതി ഉണ്ടാവാനല്ല, എൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് ആത്മീക വർധനവുണ്ടാകാനാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയമുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അന്യഭാഷ ഞാൻ ക്രമീകരിക്കും. അത് വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്തു കാര്യം? അങ്ങനെ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാളും ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുന്നതാണ് നല്ലത്. അപ്പോൾ വ്യാഖ്യാനമില്ലാത്ത അന്യഭാഷ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ പരസ്യമായിട്ട് ആരാധനയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി എല്ലാവരും കൂടെ അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? അതാണ് 6-ാമത്തെ പാഠം 23-ാമത്തെ വാക്യം. സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ, നമ്മുടെയൊക്കെ സഭകളിൽ പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് അന്യഭാഷയിൽ കൂവി വിളിക്കും. ചില പ്രസംഗകർ അങ്ങനെ തന്നെ പറയും, കമോൺ എല്ലാവരും ഒന്ന് ആത്മാവിലിറങ്ങിയാട്ടെ, എല്ലാവരും ഒന്ന് അന്യഭാഷയൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെ ഒരു കാര്യം പൗലോസ് പറയത്തില്ല. അങ്ങനെ പാടില്ലെന്നായി പറഞ്ഞത്. എല്ലാവരും കൂടെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അന്യഭാഷയിൽ സംസാരിച്ചാൽ എന്തു പറ്റും? ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലേ? കേരളത്തിലെ പെന്തക്കോസ് കരിസ്മാറ്റിക് സഭകൾ ഈ വാക്യം ഒന്ന് പാലിച്ചിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരേ സമയം എല്ലാവരും, അതായത് എനിക്ക് കേൾക്കാം, എൻ്റെ അപ്പുറത്തിരിക്കുന്നവൻ്റെ ഇപ്പുറത്തിരിക്കുന്നവൻ്റെ ഒക്കെ അന്യഭാഷ, എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ കൂവി വിളിച്ച് അന്യഭാഷ പറഞ്ഞാൽ കടന്നു വന്നിരിക്കുന്ന രക്ഷിക്കപ്പെടാത്തവനോ അല്ലെങ്കിൽ ആത്മസ്നാനം പ്രാപിക്കാത്ത ഒരു വിശ്വാസിയോ അവർ പറയും ഇതെന്തോന്ന് ഭ്രാന്തെന്ന്, വട്ടാണല്ലോ ഇവമാർക്കെന്ന്. അങ്ങനത്തെ വട്ട് സഭകളായിട്ട് നമ്മുടെയൊക്കെ സഭകളെ പൊതുസമൂഹം എഴുതിത്തള്ളിയിട്ട് കാലം എത്രയായി? കാരണം നമ്മൾ അപ്പോസ്തലൻ പറഞ്ഞ ക്രമീകരണം ഒന്നും പാലിക്കാറില്ല, ദൈവവചനം പാലിക്കാറില്ല. നമുക്ക് അനുഭൂതി വേണം, നമുക്ക് അങ്ങ് ഇറങ്ങണം, എല്ലാവരും അങ്ങോട്ട് അന്യഭാഷയെ സംസാരിച്ച് അങ്ങ് ബഹളം വെച്ചേന്ന്. ഈ പ്രസംഗകൻ പോലും അത് പറയുക, അങ്ങ് ചെയ്തോണേന്ന്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വട്ടുള്ളവരാണെന്ന് പറയും. അതാണ് 6-ാമത്തെ പാഠം. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോസ്തല പ്രവൃത്തികൾ 2-ലും 10-ലും 19-ലും ഒക്കെ അവർ ഒരുമിച്ച് ഒരേ സമയത്ത് അങ്ങ് അന്യഭാഷയെ സംസാരിച്ചില്ലേന്ന്. അത് കുഴപ്പമില്ല. ആത്മനിറവ് പ്രാപിക്കുന്ന, അതായത് പുതുതായിട്ട് ആദ്യമായിട്ട് ആത്മസ്നാനം പ്രാപിക്കുന്ന ഒരു കൂട്ടം അവർക്ക് കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ അന്യഭാഷ സംസാരിച്ചു, ഒരു അടയാളം എന്ന രീതിയിൽ, അത് കുഴപ്പമില്ല. ആദ്യമായിട്ട് അന്യഭാഷ പ്രാപിക്കുന്ന ഒരു ജനക്കൂട്ടം എല്ലാവരും കൂടെ ഒരുമിച്ച് അന്യഭാഷയെ സംസാരിക്കുന്നത് തെറ്റില്ല. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത്. പക്ഷെ അവർ പിന്നെ അടുത്ത ആഴ്ച സഭായോഗത്തിന് വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആത്മനിറവ് പ്രാപിക്കുന്ന 1-ാമത്തെ അനുഭൂതി പോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് അന്യഭാഷ പറയാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? അന്യഭാഷ വ്യാഖ്യാനിച്ച് എൻ്റെ സഹോദരനും കൂടെ ആത്മീയ വർധനവ് വരണമെന്ന് സ്നേഹമുള്ളവരായിരിക്കണം. ഇനി 7-ാമത്തെ പാഠം, എങ്ങനെയാണ് അപ്പോൾ ഈ അന്യഭാഷ പൊതുയോഗത്തിൽ ഉപയോഗിക്കേണ്ട? സഭ ഇത് ഉപയോഗിക്കാതെ അങ്ങ് മിണ്ടാതിരിക്കണമെന്നാണോ എൻ്റെ അർത്ഥം? അല്ലല്ല, ഇത് ഉപയോഗിക്കണം. അതിനുള്ള ചില കാര്യങ്ങളും അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് 1 കൊരിന്ത്യർ 14:12 പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ, നിങ്ങൾക്ക് എരിവ് കൂടുതലാണ്, നിങ്ങൾ ശരിയായ പെന്തക്കോസുകാരാണ്, നിങ്ങൾക്ക് ആത്മവരങ്ങളെക്കുറിച്ചൊക്കെ നല്ല ദാഹവും എരിവുമുള്ളവരും തീക്ഷ്ണതയുള്ളവരുമാണ്. പക്ഷേ എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ അതൊക്കെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. ആത്മീക വരങ്ങളിൽ ഇങ്ങനെ നീങ്ങുമ്പോഴുള്ള അനുഭൂതിയെക്കാളും കൃപാവരങ്ങൾ അപ്പോസ്തലൻ്റെ ഉപദേശത്തിനൊത്തവണ്ണം ദൈവവചനപ്രകാരം ക്രമീകരിച്ച് ചന്തവും ഉചിതവും ക്രമവുമായിട്ട് അത് ചെയ്ത് ആത്മീക വർധനവുണ്ടാകുന്ന ആ സഫലതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അനുഭൂതിയല്ല, ആത്മീക വർധനവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്കൊത്തവണ്ണം ക്രമീകരിക്കണം. എങ്ങനെയാ ക്രമീകരിക്കണം? അതാണ് 7-ാമത്തെ പാഠം. എങ്ങനെയാണ് പൊതുയോഗത്തിൽ ഈ
അന്യഭാഷ ഉപയോഗിക്കേണ്ടത്. അത് അതിൻ്റെ 27-28 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. വളരെ കാതലായ ഒരു വേദഭാഗമാണ്. പരസ്യമായിട്ട് സഭയിലുള്ള എല്ലാവരും കേൾക്കെ അന്യഭാഷ ഉപയോഗിക്കണമെങ്കിൽ 2 പേരോ 3 പേരോ അങ്ങനെ ചെയ്താൽ മതി. അവരും ഒരുമിച്ച് കൂടി, എല്ലാവരും കൂടി ഒരുമിച്ചല്ല അന്യഭാഷ പറയുന്നത്, അവരും ഓരോരുത്തനായി അന്യഭാഷയെ സംസാരിച്ചിട്ട് അത് വ്യാഖ്യാനിക്കുകയും ചെയ്യണം. വ്യാഖ്യാനി ഇല്ലെങ്കിൽ സംസാരിക്കരുത്. അങ്ങനെ വ്യാഖ്യാനിക്കുവാൻ ഒന്നുകിൽ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കാനുള്ള കൃപാവരം വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ് നേരത്തെ നമ്മൾ വായിച്ചത്. അല്ലെങ്കിൽ വ്യാഖ്യാന വരമുള്ള ഒരു സഹോദരൻ കൂടെ നിൽക്കണം. അന്യഭാഷയിൽ സംസാരിച്ചിട്ട് വ്യാഖ്യാനം ചെയ്യപ്പെടണം. അതെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാക്കിയ ആത്മീയ വർധനവുണ്ടാകണം. അങ്ങനെ ഓരോരുത്തനായിട്ട് 1, 2, 3 പേര് സംസാരിച്ചാൽ മതി. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ അങ്ങ് അന്യഭാഷ അങ്ങ് വർജിക്കണം എന്നാണോ? അന്യഭാഷ അങ്ങ് തടയണം എന്നാണോ? അല്ല. അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. മിണ്ടാതിരിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? സഭയിൽ കടന്നു പോകുന്നു, അന്യഭാഷകൾ സംസാരിക്കാൻ ദൈവം പ്രേരണ നൽകുന്നു, വ്യാഖ്യാനപരമുള്ള ആരെയും അറിഞ്ഞുകൂടാ, സ്വന്തമായിട്ടും വ്യാഖ്യാനപരം ഇല്ലെങ്കിൽ എന്താ സഭ ചെയ്യണ്ടേ? ഞാനും ദൈവം മാത്രം കേൾക്കുന്ന ഒരു ഒച്ചയിൽ മാത്രമേ അന്യഭാഷ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ സഭയ്ക്കകത്ത് അന്യഭാഷ ഉപയോഗിക്കണ്ട എന്നല്ല ഈ പറഞ്ഞത്. എല്ലാവരും കേൾക്കത്തക്ക ഒച്ചയിൽ നിങ്ങൾ അന്യഭാഷ പറയുകയാണെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ആരുമില്ലെങ്കിൽ ദൈവവും ഞാനും മാത്രം കേൾക്കുന്ന ഒരൊച്ചയിലേ അന്യഭാഷ പറയാൻ പാടുള്ളൂ. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് തൊട്ടപ്പുറത്തിരിക്കുന്നവനും 3 റോയിൽ ബാക്കിലിരിക്കുന്നവൻ അന്യഭാഷ പോലും നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ പാടില്ല. കാരണം ഈ കേൾക്കുന്നവന് ഒരു ആത്മീയ വർധനവും വരാത്ത കാര്യമായി അന്യഭാഷ. അവ വ്യാഖ്യാനിച്ചാലേ അവൻ ആത്മീയ വർധന വരുമെന്നുള്ളത് ഈ അധ്യായത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. അപ്പോൾ മനസ്സിലാക്കിയ അന്യഭാഷ വ്യാഖ്യാനിക്കപ്പെടണം. 1, 2, 3 പേരെ അങ്ങനെ മുമ്പിൽ പോയി എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ അന്യഭാഷയിൽ നീങ്ങാൻ പാടുള്ളൂ. അങ്ങനെ വ്യാഖ്യാനപരം ഇല്ലെങ്കിൽ ദൈവവും ഞാനും കേൾക്കുന്ന രീതിയിൽ, അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ദൈവവും അവരും മാത്രം കേൾക്കുന്ന രീതിയിൽ അന്യഭാഷ സംസാരിച്ചെന്ന് വരും. സഭയിലുള്ള എല്ലാവരും അന്യഭാഷ സംസാരിക്കുക, പക്ഷേ തൊട്ടുപ്പുറത്തിരിക്കുന്നവനൊന്നും കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. അതാണേ കുഴപ്പമില്ല. നേരത്തെ നമ്മൾ വായിച്ചത് സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ ഭ്രാന്തുണ്ടെന്ന് പറയുന്നത് എല്ലാവരുടെയും അന്യഭാഷ കേൾക്കത്തക്ക ഒച്ചത്തിൽ നിലവിളിച്ച് കൂവി പറയുകയാണ്. അങ്ങനെ പാടില്ല. ക്രമീകരിക്കണം. അന്യഭാഷ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ എൻ്റെ സഹോദരനൊരു ഗുണവുമില്ല എന്ന് ഓർത്തുകൊണ്ട് വ്യാഖ്യാനപരം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും കൂടെ സംസാരിക്കണം. ഇങ്ങനെയാണ് പൊതുയോഗത്തിൽ, സഭായോഗത്തിൽ അന്യഭാഷ ക്രമീകരിക്കേണ്ടതെന്നുള്ളതാണ് 7ാമത്തെ പാഠം. ഇനി 8ാമത്തെ പാഠം, അതിൻ്റെ 39, 40 വാക്യങ്ങളിൽ നമുക്ക് കാണാം. 14-ാം അധ്യായം. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനപരം വാഞ്ചിപ്പിൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയുമരുത്. ക്രമീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുകയല്ല. അപ്പോസ്തലൻ ഈ അധ്യായങ്ങളിൽ അന്യഭാഷ തുച്ഛീകരിച്ച് ഇതൊന്നും കൊള്ളത്തില്ല അങ്ങ് മാറ്റിവെക്കെന്നല്ല പറയുന്നത്. ഇതെന്ത് ചെയ്യണം? ഇത് ക്രമീകരിക്കണം. ആത്മീക വർധന ഉളവാക്കുവാൻ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, അതങ്ങ് പാലിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ വിലക്കുകയല്ല. വ്യാഖ്യാനമില്ലാത്തവൻ എന്ത് ചെയ്യണം? മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ എന്നാണ് 28-ാം വാക്യത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇത് സംസാരിക്കാൻ പാടില്ലെന്നോ സഭയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നോ അല്ല. ഉപയോഗിക്കുന്നതിന് ഒരു ക്രമം, ഒരു വ്യവസ്ഥ, ഒരു രീതി ദൈവം വെച്ചിട്ടുണ്ട്. ആത്മീക വർധന ഉളവാക്കുവാൻ ഒരു പാത വെച്ചിട്ടുണ്ട്. പാത നടക്കണമെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ക്രമീകരണം എന്ന് പറഞ്ഞാൽ വിലക്കുകയല്ല. സകല ഉചിതവും ക്രമമായിട്ടും നടക്കട്ടെ. അപ്പോൾ അതാണ് 8ാമത്തെ പാഠം. സഭയിൽ അന്യഭാഷ ഉപയോഗിക്കേണ്ടെന്നോ വിലക്കുകയോ അപ്പോസ്തലൻ ചെയ്യുന്നില്ല, ക്രമീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി 9ാമത്തെ പാഠം 1 കൊരിന്ത്യർ 13:8 പറഞ്ഞിട്ടുണ്ട്, സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും. അപ്പോൾ ഒരു നാൾ ഭാഷാപരം നീക്കും. കർത്താവ് മടങ്ങി വരുമ്പോൾ പിന്നെ ഈ കൃപാവരങ്ങളൊന്നും ആവശ്യമില്ല. അന്ന് ഞാൻ ഈ അറിയാത്ത ഭാഷയിലൊന്നും ദൈവത്തെ സ്തുതിക്കേണ്ട ആവശ്യമില്ല. അന്ന് ഞാൻ ദൈവം എന്നെ അറിഞ്ഞതുപോലെ അവനെ അറിയും. അപ്പോൾ ഭാഷാപരം ഒരു ദിവസം നിന്നു പോകും. പക്ഷേ എന്താണ് ഒരു കാലത്തും നിന്നു പോകാത്തത്, ഒരു നാൾ മുതിർന്നു പോകാത്തത്? സ്നേഹം. അപ്പോൾ കൃപാവരത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്നേഹത്തിന് മുൻഗണന കൊടുത്തു വേണം നീങ്ങാൻ. കാരണം സ്വർഗത്തിൽ നിലനിൽക്കാൻ പോകുന്നത് സ്നേഹമാണ്. അന്യഭാഷയൊക്കെ ഒരു നാൾ നിന്നു പോകും.
അതുകൊണ്ടാണ് 1 കൊരിന്ത്യറിൻ്റെ 14 അധ്യായം തുടങ്ങുന്നത് തന്നെ 1-ാമത്തെ വാക്യം, സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. കൃപാവരങ്ങളെ വാഞ്ചിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടത് സ്നേഹമാചരിപ്പാൻ ഉത്സാഹിക്കണം. എൻ്റെ സഹോദരങ്ങളെ സേവിക്കുവാനുള്ള സ്നേഹം എൻ്റെ ഉള്ളത്തിൽ വന്നതിന് ശേഷം ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ, അവർക്ക് ഗുണം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എന്ത് വേണ്ടത്? ആത്മീക വരങ്ങൾ. അപ്പോൾ എപ്പോഴും സ്നേഹം നമുക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അന്യഭാഷാ വരം കാംക്ഷിക്കാനും പ്രവർത്തിക്കുവാനും. അതാണ് 9-ാമത്തെ പാഠം. 10-ാമത്തെ പാഠം വളരെ കാതലായ ഒരു പാഠമാണ്. അന്യഭാഷ ആത്മീയതയുടെ ലക്ഷണമല്ല, ആത്മസ്നാനത്തിൻ്റെ അടയാളമാണ്. ഈ അനുഭവം കടന്നു വന്നുവെന്ന് സൂചിപ്പിക്കുന്ന അടയാളമാണ്, പ്രാഥമിക അടയാളമാണ്. യെസ്, ശരി തന്നെ. പക്ഷെ ആത്മീയതയുടെ ലക്ഷണമല്ല. ചിലരൊക്കെ ചിന്തിക്കുന്ന ഈ വലിയ അനുഭവം വന്നപ്പോൾ പിന്നെ ഞാൻ വലിയ ആളാണല്ലോ, കോളർ പൊക്കാം. അങ്ങനല്ല. അതെങ്ങനെ മനസ്സിലാക്കാം? 1 കൊരിന്ത്യർ 1:7 വായിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൊരിന്ത്യ സഭയെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ സാക്ഷീകരിക്കാൻ നിങ്ങൾക്ക് ഒരു കൃപാവരത്തിലും ഒരു കുറവുമില്ലെന്ന്. ഇതുപോലെ കൃപാവരമുള്ള ഒരു പെന്തക്കോസ്ത് സഭ അന്നത്തെ കാലത്തില്ല. പക്ഷേ ഇതേ സഭയെക്കുറിച്ച് 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, സഹോദരന്മാരെ, നിങ്ങളോടെനിക്ക് ആത്മീകന്മാരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിയൂ. 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ജഡീകന്മാരും ശേഷൻ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങൾ ജഡീകന്മാരായിരുന്നു, ഇപ്പോഴും ജഡീകന്മാരാണ്. ശേഷം മനുഷ്യരെ പോലെ, അവിശ്വാസികളെ പോലെ നടക്കുന്നവരാണ്. നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കളാണ്, അല്ലാതെ ആത്മീകന്മാരല്ല. എനിക്ക് പാല് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ, കട്ടിയാഹാരം ഒന്നും തരാൻ പറ്റത്തില്ല. 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കാരണം എന്താണ്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഒക്കെ ഉണ്ടെന്ന്. വലിയ അന്യഭാഷയിലൊക്കെ കിടന്ന് ബഹളമൊക്കെ വെക്കും, പക്ഷേ ജഡീകൻ്റെ സ്വഭാവമാണ്, സ്വഭാവ ശുദ്ധീകരണം സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ആത്മസ്നാനം പഠിച്ചപ്പോൾ ഈ അടയാളം എന്നുള്ള വിഷയത്തിന് മുൻപേ തന്നെ നമ്മൾ ആത്മസ്നാനത്തിൻ്റെ അനന്തരഫലങ്ങളും സ്വഭാവ ശുദ്ധീകരണത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ഒക്കെ ആദ്യമേ പഠിപ്പിച്ചത്. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ആദ്യമേ പഠിപ്പിച്ചു, എന്നിട്ടാണ് ഈ അടയാളം പഠിപ്പിച്ചത്. കാരണം ചിലപ്പോൾ ഈ അനുഭൂതി പ്രാപിക്കുന്നതിലായിരിക്കും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. ഈ സ്വഭാവ ശുദ്ധീകരണവും പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് വിശുദ്ധീകരണത്തിനാണെന്ന് നോക്കുള്ളത് നമ്മളങ്ങ് കൊച്ചാക്കും. അങ്ങനെ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ അന്യഭാഷയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വലിയ ആത്മീയരാണ്. നല്ലല്ല. ഇവിടെ കണ്ടോ, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്ന കൊരിന്ത്യ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ആത്മീയരല്ല, നിങ്ങൾ ശിശുക്കളത്രേ, നിങ്ങൾ ലോകമനുഷ്യരെ പോലെ നടക്കുകയാണ്, ഈർഷ്യയിലും പിണക്കത്തിലുമൊക്കെ. അവർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതുപോലെ എഫീസ്യ ലേഖനം 4 വായിച്ചിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ കയ്പും ക്രോധവും കോപവും കുറ്റാരവും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ഇങ്ങനെ ദുഃഖിപ്പിച്ചിട്ട് അന്യഭാഷയെ ഭയങ്കര സംസാരവും. അപ്പോൾ 10-ാമത്തെ പാഠം എന്താണ്? അന്യഭാഷ ആത്മീയതയുടെ ലക്ഷണമല്ല. അപ്പോൾ ഈ 10 പാഠങ്ങൾ ഞാനൊന്ന് ഓടിച്ച് വായിക്കട്ടെ. അന്യഭാഷ പലതരത്തിലുള്ള ഭാഷകളാണ്, എല്ലാം മാനുഷിക ഭാഷയാകണം എന്നൊന്നുമില്ല. 2-ാമത്തെ പാഠം, അന്യഭാഷ ദൈവത്തോടുള്ള ആശയവിനിമയമാണ്, മനുഷ്യനോടല്ല. അതുകൊണ്ട് മനുഷ്യർ കേൾക്കാനൊന്നും പോകണ്ട, അത് മനസ്സിലാകുകയില്ല, അത് വിധിക്കാനും പാടില്ല. അത് ദൈവത്തോടുള്ള ആശയവിനിമയമാണ്. 3-ാമതായിട്ട് ദൈവത്തോട് എന്താണ് ഈ പറയുന്നത്? എന്താണ് അന്യഭാഷയുടെ ഉള്ളടക്കം? അത് പ്രാർത്ഥനയാണ്, പാട്ടാണ്, സ്തോത്രം പറച്ചിലാണ്. 4-ാമത്തെ പാഠം, ഈ അന്യഭാഷ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ എൻ്റെ അയൽക്കാരന്, എൻ്റെ കൂട്ടു സഹോദരന് ഒരു പ്രയോജനവും അത് വരുത്തുന്നില്ല. 5-ാമത്തെ പാഠം, സഭ ആരാധനയിൽ പരസ്യമായിട്ട് കൂവി വിളിച്ച് എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ വ്യാഖ്യാനിക്കാത്ത അന്യഭാഷ ഉപയോഗിക്കരുത്. 5 വാക്ക് ബുദ്ധിയിൽ പറയുന്നതാണ് അതിനേക്കാളും നല്ലത്. 6-ാമത്തെ പാഠം, സഭയെല്ലാം ഒന്നിച്ചുകൂടി അന്യഭാഷയിൽ വിളിച്ചുകൂവി പാടി പ്രാർത്ഥിച്ചാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് വട്ടാണെന്ന് ആളുകൾ പറയും. 7-ാമത്തെ പാഠം, അന്യഭാഷ പൊതുയോഗത്തിൽ എങ്ങനെ ഉപയോഗിക്കണം? 2-3 പേർ ഓരോരുത്തരായിട്ട് ക്രമമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അന്യഭാഷ ഉപയോഗിക്കണം. അങ്ങനെ ഒരു വ്യാഖ്യാനി ഇല്ലെങ്കിൽ എല്ലാവരും മൗനമായിട്ടിരുന്ന് ദൈവവും ഞാനും കേൾക്കാൻ പറ്റുന്ന ഒരു ഒച്ചയിൽ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചു കൊള്ളണം.
8-ാമത്തെ പാഠം, ഇങ്ങനെ കർത്താവിൻ്റെ ദാസൻ ക്രമീകരിക്കുന്നത് അവൻ അന്യഭാഷയെ വിലക്കുകയാണെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. അന്യഭാഷ വിലക്കിയിട്ടൊന്നുമില്ല, അന്യഭാഷ ക്രമീകരിച്ചിട്ടേ ഉള്ളൂ. ആത്മീക വർധനവിന് ഏറ്റവും ഉചിതമായ ഒരു ക്രമീകരണം നൽകിയിട്ടേ ഉള്ളൂ. 9-ാമത്തെ പാഠം, അന്യഭാഷ ഒരു നാൾ നിന്നുപോകുമെന്നാൽ സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. സ്നേഹമായിരിക്കണം നമ്മുടെ അടിസ്ഥാനം കൃപാവരങ്ങളിൽ നീങ്ങുന്നതിന്. അന്യനോടുള്ള സ്നേഹം, അവനെ സേവിക്കുവാനുള്ള സ്നേഹം നിമിത്തം കർത്താവിൽ ആശ്രയിച്ച് കൃപാവരങ്ങളിൽ നമ്മൾ നീങ്ങണം. സഭ ആരാധനയിൽ അന്യഭാഷ ഉപയോഗിക്കുമ്പോഴും അന്യനെക്കുറിച്ചുള്ള സ്നേഹമായിരിക്കണം നമ്മുടെ മുൻഗണന. 10-ാമത്തെ പാഠം, അന്യഭാഷ ആത്മീയതയുടെ ലക്ഷണമല്ല. അന്യഭാഷയൊക്കെ ലഭിച്ചവരും ജഡീകന്മാരും ലൗകികന്മാരുമായിട്ടൊക്കെ ജീവിക്കാനൊക്കെ പറ്റും. കൊരിന്ത്യർ സഭ തന്നെ അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ അവസാനമായിട്ട് ഉപസംഹരിച്ചുകൊണ്ട് എന്താ നമ്മൾ കണ്ടതെന്ന് പറയട്ടെ. എന്താണ് അന്യഭാഷ? അന്യഭാഷ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ആദിമസഭയുടെ അനുഭവം നോക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ ആത്മസ്നാനത്തിൻ്റെ പ്രാഥമിക അടയാളമാണ് അന്യഭാഷ. എന്താണ് അന്യഭാഷയിൽ സംഭവിക്കുന്നത്? ആത്മാവ് ഉച്ചാരണം നൽകുന്നത് പോലെ ബുദ്ധിയിൽ പഠിച്ചിട്ടില്ലാത്തൊരു ഭാഷയിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിച്ച് ദൈവത്തെ മഹത്വീകരിക്കുന്നു, അവനോട് പ്രാർത്ഥിക്കുന്നു, അവനോട് പാട്ടുപാടുന്നു, അവനോട് സ്തോത്രം പറയുന്നു. അല്ലേ? അത് എനിക്ക് വ്യാഖ്യാനിക്കാതെ തന്നെ പരിശുദ്ധാത്മാവുമായിട്ടുണ്ടാകുന്ന ആ സംസർഗം നിമിത്തം ആത്മീക വർധന ഉളവാകുന്നു. എന്നാൽ അത് വ്യാഖ്യാനിച്ച് ബുദ്ധിയിൽ മനസ്സിലാകുന്ന ഒരു ഭാഷയിലാക്കിയാൽ അതെൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അത് ആത്മീക വർധന ഉളവാക്കും. എന്തിനാ ഇങ്ങനൊരു വരം ദൈവം തന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഉത്തരം റോമാലേഖനം 8:26 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തത് കൊണ്ട് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. അവിടെ അന്യഭാഷയെക്കുറിച്ച് പറയുന്നതല്ലെങ്കിൽ പോലും ആത്മാവും പ്രാർത്ഥനയും തമ്മിലുള്ളൊരു ബന്ധം അവിടെ കിടപ്പുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാത്തത് കൊണ്ട് ആത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബുദ്ധിപരവും ഭാഷാപരവുമായിട്ടുള്ള എല്ലാ പരിമിതികൾക്കും അപ്പുറത്തായിട്ട് എനിക്ക് ദൈവവുമായിട്ട് സംസർഗം പുലർത്തുവാൻ എന്നെ സഹായിക്കുന്ന ഒരു കൃപാവരമാണ് അന്യഭാഷ. അല്ലേ? എന്തു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്, എൻ്റെ അറിവിന് പരിമിതിയുണ്ട്. ഈ അറിവിൻ്റെ പരിമിതിയും ഭാഷയുടെ പരിമിതിയും അങ്ങ് എടുത്തു കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞു തരികയാണ് എന്താ പറയേണ്ടതെന്ന്, എന്ത് വാക്ക് പറയണം. അത് എനിക്ക് പറഞ്ഞോട്ടെ, ഞാൻ എന്തായി പറയുന്നത്. മർമ്മങ്ങളിലൂടെ ഞാൻ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയും. അല്ലേ? എൻ്റെ അറിവിൻ്റെയും എൻ്റെ ഭാഷയുടെയും പരിമിതി പോയി. അപ്പോൾ അതാണ് ഈ അന്യഭാഷയുടെ പ്രസക്തി. എനിക്ക് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്കും അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ദൈവം ഈ അന്യഭാഷ നൽകിയിരിക്കുന്നത്. വ്യാഖ്യാനിച്ചാൽ ആ പ്രാർത്ഥനയാകട്ടെ, ആ സ്തോത്രമാകട്ടെ, ആ പാട്ടാകട്ടെ, നിൻ്റെ സഹോദരനും ഗുണം ചെയ്യും. അപ്പോൾ ഉപസംഹരിച്ച് അവസാനിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 19:2 അപ്പോസ്തലനായ പൗലോസ് ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോടെല്ലാം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു അബോധാവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു അനുഭവമല്ല. വിശ്വാസികൾക്കൊക്കെ ലഭിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു നിഗമനം, ഒരു അനുമാനം, അങ്ങനെ നിങ്ങൾ ബുദ്ധിയിൽ അനുമാനിക്കേണ്ട വിഷയമല്ല. ആത്മസ്നാനം പ്രാപിച്ചോ ഇല്ലേ? കുളിച്ചിട്ടുണ്ടോ ഇല്ലേ? രാവിലെ പ്രാതൽ കഴിച്ചോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഒരു അനുഭവമാണ് ഈ ചോദ്യം. നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടോ? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. അവസാനമായിട്ട് ഇതെങ്ങനെ പ്രാപിക്കാമെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 7:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ഇത് പറയുന്നു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശുക്രിസ്തു എന്താ പറയുന്നത്? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആത്മസ്നാനം നൽകുന്നവൻ, സ്നാപകൻ യേശുക്രിസ്തുവാണ്. അവൻ്റെ അടുക്കൽ ദാഹത്തോടെ കടന്നു പോകുന്നവനെല്ലാം ഈ ആത്മസ്നാനം പ്രാപിക്കും. അപ്പോൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ദാഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പോയിട്ടുണ്ടോ? കർത്താവ് എനിക്ക് ഈ ആത്മസ്നാനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അന്യഭാഷ വരം ലഭിക്കാത്തവർ, ആത്മസ്നാനം പ്രാപിക്കാത്തവർ ദയവ് ചെയ്ത് ദാഹത്തോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. നമുക്കെല്ലാവർക്കും ദാഹത്തോടെ പ്രാർത്ഥിക്കാം.